ജേക്കബ് തോമസിന്റെ സ്ഥലം മാറ്റ വിവാദം പുകയുന്നു. ജേക്കബ് തോമസിന്റെ നിലപാടുകൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. സ്ഥാനമാറ്റം മന്ത്രിസഭാ തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സ്ഥാനമാറ്റത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് VM സുധീരനും രംഗത്തെത്തി. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ MP രാജേഷ് MP, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ PP ജെയിംസ് എന്നിവർ. ശ്രീ MP രാജേഷ്, ഇപ്പോൾ ജേക്കബ് തോമസ് എന്ന ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ മേലധികാരി കഴിഞ്ഞ ദിവസം സ്ഥാനചലനം ഉണ്ടായപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത് സ്വാഭാവികമായ ഒരു മാറ്റമാണ്, ഉദ്യോഗസ്ഥരെ ഈ രീതിയിൽ മാറ്റാനുള്ള എല്ലാ വിവേചന അധികാരവും സർക്കാരിനുണ്ട് എന്നാണ്. എന്നാൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അത് താനാണ് മാറ്റിയത്, മറ്റു മന്ത്രിമാർക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ജേക്കബ് തോമസിനെതിരെ പരാതികൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? മുഖ്യമന്ത്രിയുടെ നടപടി കേരളത്തിലെ ജനങ്ങളോടാകെയുള്ള വെല്ലുവിളിയാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും, അതിന് തനിക്ക് യാതൊരു മടിയുമില്ല എന്നും അഴിമതിക്കെതിരായി അല്ലെങ്കിൽ നിയമം നടപ്പാക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന അനുഭവം ഇതായിരിക്കും എന്ന് ഉദ്യോഗസ്ഥ സമൂഹത്തോട് മാത്രമല്ല കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ആകെ മുഖത്ത് നോക്കി മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആ സ്ഥലം മാറ്റം സ്വാഭാവികമായിട്ടുള്ള നടപടിയല്ല എന്നുള്ളത്. അത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ശ്രീ ജേക്കബ് തോമസിനെ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ MD ആയിട്ട് നിയമിക്കുന്നത് താഴ്ന്ന തസ്തികയിലാണ്. ADGP ഇരുന്ന തസ്തികയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റി നിയമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒന്നല്ല, അതൊരു ശിക്ഷാ നടപടി പോലെയാണ്. ശിക്ഷിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ശിക്ഷിക്കുന്നത് അഴിമതിക്കെതിരായിട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടിൻ്റെ പേരിൽ, നിയമം നടപ്പാക്കാൻ നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ പേരിൽ. നേരത്തെ ഇത് ഇപ്പോഴത്തെ സംഭവങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല. ശ്രീ ജേക്കബ് തോമസിനെ വേട്ടയാടുകയാണ് മുഖ്യമന്ത്രി എന്നാണ് അതിനർത്ഥം. അദ്ദേഹം അതാണ് പ്രഖ്യാപിക്കുന്നത്. അതെ, ഇത് പ്രതികാര നടപടി തന്നെയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ വെല്ലുവിളിക്ക് കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ PP ജെയിംസ്, ഈ അർത്ഥത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടാകുന്ന സർക്കാരിൻ്റെ ഈ നടപടിയെ മാധ്യമ പ്രവർത്തകരും വിശകലന വിദഗ്ധരും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഒക്കെ കാണുന്നത്. മുൻകാലങ്ങളിൽ പല നിലപാടുകൾ സർക്കാർ എടുത്തപ്പോഴും ഈ രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോലെ ആകില്ല ഇത്തവണത്തെ ഈ ഏറ്റെടുക്കൽ എന്ന് പറയാനാകുമോ? അല്ല, എനിക്ക് രാജേഷ് പറഞ്ഞതിന് കുറച്ച് ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ജേക്കബ് തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ 1991 ശേഷം അദ്ദേഹത്തിന് പോലീസിൽ പോലും ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് UDF ഭരിക്കുമ്പോഴോ LDF ഭരിക്കുമ്പോഴോ കൊടുത്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ജേക്കബ് തോമസിനെ പോലുള്ളൊരു ഉദ്യോഗസ്ഥനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതൊരു ചർച്ചപ്പെടേണ്ട വിഷയമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മെറിറ്റിലേക്ക് ഒന്നില്ല നടക്കുന്നത്. ഡെമോക്രസിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ എന്ന് പറയുന്നത് ഒരു വലിയ ഇതിൻ്റെ ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഉദ്യോഗസ്ഥർ, ജനങ്ങൾ, ഇതൊക്കെ അടങ്ങുന്ന ഒരു വലിയൊരു ഇതാണ്. ഭരണപക്ഷം, പ്രതിപക്ഷം, ഇതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നടക്കാതെ പോകുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് എന്നുള്ളത് അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഞാൻ ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ രാജേഷ് സ്വാഭാവികമായിട്ടും ഭരിക്കുന്നത് UDF ആയതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നു. അങ്ങനെ പറയേണ്ട ഒരാളല്ല ഞാൻ. ഇവിടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്നൊരു മേഖലയിൽ ഫയർ സേഫ്റ്റിയുടെ പേരിൽ എല്ലാ ഫയലുകളും പിടിച്ചു വെച്ചതിൻ്റെ പേരിൽ തൊഴിലില്ലാതായി എല്ലാ പ്രൊജക്റ്റുകളും നിന്നിരിക്കുന്നു. ഒരു പിടിവാശി എന്നുള്ള രീതിയിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാവുന്നതല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയാണ്, ഇപ്പോൾ രാജേഷ് അടക്കമുള്ളവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ്. അവർക്കാണ് മാൻഡേറ്റ്, അത് നടപ്പിലാക്കാനുള്ളവരാണ് ഉദ്യോഗസ്ഥർ. ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഉദ്യോഗസ്ഥർ മറ്റേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തെറ്റ് ചെയ്താൽ അത് അനുസരിക്കേണ്ട കാര്യമൊന്നും ഉദ്യോഗസ്ഥർക്കില്ല, അദ്ദേഹത്തിന് അത് ചെയ്യാം. അല്ലാതെ ഏകപക്ഷീയമായി ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ളൊരു വാദം ഇതല്ല. ഇതിൽ പറയേണ്ടത് ഒരു ബാലൻസിങ് ആക്റ്റാണ്. ഈ സംഭവം നടക്കണം, മന്ത്രിയായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ടും ചർച്ച ചെയ്ത് ഒരു അമിക്കബിൾ ഇതായിട്ട് ജനങ്ങൾക്ക് എന്താണ് ഗുണപ്രദം അതാണ് നടക്കേണ്ടത്. പക്ഷേ ശ്രീ PP ജെയിംസ്, ഞാൻ അവിടെ ഒന്ന് ഇടപെട്ടാൽ ഈ ബാലൻസിങ് ആയ ഒരു ആക്റ്റാണ് അവിടെ നടക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ നിയമമുണ്ട്, ആ നിയമം നടപ്പിലാക്കുക എന്നതാണ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. ആ ബാലൻസിങ് നടത്തണമെങ്കിൽ അതിന് അർഹതപ്പെട്ട രാഷ്ട്രീയ അധികാരമുള്ള ആളുകൾ
അത് നിയമസഭയിലും മറ്റും ചർച്ച ചെയ്ത് നിയമത്തിൽ ഭേദഗതികൾ വരുത്തി ആ നിയമത്തിൽ ഇളവ് ചെയ്ത് ഉദ്യോഗസ്ഥന് മുമ്പിലേക്ക് കൊടുക്കണം. അത് ചെയ്തതിന് ശേഷമാണ് ആ ഉദ്യോഗസ്ഥൻ അതിന് അങ്ങനെയുള്ള ഒരു വിവേചനാധികാരം ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാനുള്ള അർഹത ഉണ്ടാകുക. അല്ലാതെ ഉദ്യോഗസ്ഥന് തോന്നുന്നത് പോലെ ഫയർ ആൻഡ് സേഫ്റ്റി റെസ്ക്യൂ പോലെയുള്ള സ്ഥാപനത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് തോന്നുന്നത് പോലെ കാര്യങ്ങൾ നോക്കി നിശ്ചയിക്കാനാകുമോ? അല്ല, ഇക്കാലം അത്രയും കാര്യങ്ങൾ നടന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാം നിയമത്തിനെതിരായിട്ട് നടന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. ഒരു കാര്യമുണ്ട്, നിയമം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്, അത് മനുഷ്യൻ നിയമത്തിന് വേണ്ടിയുള്ളതല്ല. അപ്പോൾ നിയമം ലംഘിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന പല നിയമങ്ങളും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളല്ല. അപ്പോൾ ആ തരത്തിലാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി വളർന്നു വന്നത്. എങ്ങനെയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ അതിൻ്റെ വഴിവിട്ട് പോയപ്പോൾ ആ സംവിധാനങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് വന്ന പാർട്ടിയാണ്. അതുപോലെ ഒരു വിഷയമാണ് ഇതെന്നുള്ളത് ശ്രീ എം പി രാജേഷ് തന്നെ പറയും. പക്ഷേ അതിന് മുമ്പ് ശ്രീ ജോസഫ് വാഴക്കൻ തന്നെ ഉണ്ട്. ഇപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ കഴിഞ്ഞ ദിവസം പല കോൺഗ്രസ് വക്താക്കളും ഒപ്പം ആഭ്യന്തരമന്ത്രിയും പറഞ്ഞത് സാധാരണ ഗവൺമെൻറ്റിൻ്റെ ഒരു അധികാരം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥനെ മാറ്റി. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ജേക്കബ് തോമസിനെ പോലെ ഒരാളെ ഇതുപോലൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് വയ്ക്കാൻ പറ്റുന്നതല്ല. നിരവധി പരാതികൾ. ഇത്ര മോശം ഉദ്യോഗസ്ഥനെ പിടിച്ച് വേറൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്ക് ഇരുത്തിയപ്പോൾ ആ സ്ഥാപനം തൊലഞ്ഞു പോകട്ടെ എന്നാണോ ഉദ്ദേശിച്ചത്? ജേക്കബ് തോമസ് നല്ല ഉദ്യോഗസ്ഥനാണ്, നല്ല പ്രതിച്ഛായുള്ള ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഗവൺമെന്റുകൾ ചെയ്യേണ്ടത്. അപ്പോ ആ കാര്യങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് നിയമം വ്യാഖ്യാനിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വ്യാഖ്യാനിക്കാനുള്ള സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ രാജ്യത്തുള്ള റെഡ് ടൈപ്പിസം നമുക്ക് അവസാനിപ്പിക്കാനാകുകയുള്ളൂ. അതാണല്ലോ ഭരണതലത്തിൽ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ എക്സിക്യൂട്ടീവിൽ അതുപോലെയുള്ള സംവിധാനങ്ങളും ലെജിസ്ലേച്ചറും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ലെജിസ്ലേച്ചറിൽ എക്സിക്യൂട്ടീവ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ട പല വിഷയങ്ങൾക്കും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ ഭരണപരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് മറ്റൊരു ഒരു സ്ഥാനത്തേക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടതായിരുന്നു പല വിഷയങ്ങളും. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 3 മാസക്കാലത്തേക്ക് കേരളത്തിൽ ബാൻ വരികയാണ്, തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരികയാണ്. അപ്പോൾ അതിനു മുമ്പായി പരിഹരിക്കപ്പെടേണ്ട ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ആളുകളുടെ, ഒരുപാട് ആളുകൾ. ശ്രീ ജോസഫ് വാഴക്കൻ, ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് അങ്ങയുടെ ഇടയ്ക്ക് ഇടപെട്ട് ചോദിക്കുന്നത്. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ശ്രീ ജേക്കബ് തോമസ് ഒപ്പിടേണ്ട എന്തൊക്കെ ഫയലുകളാണ് ഉണ്ടായിരുന്നത്? ജേക്കബ് തോമസ് ഒപ്പിടേണ്ട ഫയലുകൾ നിരവധി കാര്യങ്ങൾ, നിരവധി തീരുമാനങ്ങളുണ്ട്. നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ജേക്കബ് തോമസ് നല്ല ഉദ്യോഗസ്ഥനാണ്, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയത്തില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇവിടെ നമ്മുടെ അടൂരിലെ അവിടെ ഓണാഘോഷത്തിന് കുട്ടികൾ ഫയർ എഞ്ചിൻ അവിടെ കൊണ്ടുപോയി അവിടെ വെള്ളം ചീറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി മൊത്തത്തിൽ മാധ്യമങ്ങളിൽ വന്നു. അപ്പോൾ അതിന് കൊടുക്കേണ്ടതിന് തീരുമാനിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു ഇനി ചെയ്യേണ്ടത് വെള്ളപ്പൊക്കവും തീപിടുത്തത്തിനും മാത്രം പോയാൽ മതി എന്നുള്ള ഓർഡർ വന്നു. അത് ചിലപ്പോൾ അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെ ഇറക്കുകയായിരിക്കും. പക്ഷെ ഉദ്യോഗസ്ഥന്മാർ അതോടുകൂടി തീരുമാനിച്ചു ഈ രാജ്യത്തെ മരം വീണാലും ആളുകൾക്ക് അനറ്റിപ്പോയാലും മറ്റ് അപകടങ്ങൾ ഉണ്ടായാലും ഇന്നലെ വരെ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട പല റെസ്ക്യൂ ഓപ്പറേഷനുകളിൽ അവരങ്ങ് പിന്നോട്ട് പോയി. അപ്പോ ശ്രീ ജേക്കബ് തോമസിന്റെ പ്രശ്നമായി കാണാൻ പറ്റില്ലല്ലോ ശ്രീ ജോസഫ് വാഴക്കൻ. താഴെയുള്ള ഉദ്യോഗസ്ഥർ അവരുടെ വ്യാഖ്യാനങ്ങളിൽ വന്ന പിഴവാണ്, അത് തിരുത്താൻ ചർച്ച വേണ്ടിവരും, വ്യത്യസ്തമായ ഉത്തരവുകൾ വേണ്ടിവരും. ഇവിടെ ഇപ്പോൾ പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡിന്റെ പരിധിയിൽ വരുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ വൻ കെട്ടിടങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ ജേക്കബ് തോമസ് വച്ചപ്പോൾ അത് ഫ്ലാറ്റ് ഉടമകൾക്കും ഫ്ലാറ്റിന് പൈസ മുടക്കി കാത്തിരിക്കുന്ന ആളുകൾക്കും പ്രശ്നമായി. അത് സർക്കാരിന് പരാതികളായി വന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇടപെട്ടു, ഇദ്ദേഹത്തെ മാറ്റി. ഈ കേരളത്തിലൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഫ്ലാറ്റ് ഉടമകൾ എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റ് ഉടമകൾ ആരും പണം മുടക്കുന്നവരല്ല. അവര് നാട്ടുകാരുടെ ചെലവിലാണ് ഈ ഫ്ലാറ്റ് പണി നടക്കുന്നത്. ഇന്നിപ്പോ നിയമപരമായിട്ടും അവര് എല്ലാ കടലാസുകളിലും ഫ്ലാറ്റ് ഉടമകൾ എന്ന് പറയുന്നവർ ബിൽഡേഴ്സ് മാത്രമാണ്. ഫ്ലാറ്റിന് ആളുകൾ പണം മുടക്കുന്നു, അത് വലിയ പണക്കാരൊന്നുമല്ല. ഭൂമിയില്ലാത്ത ആളുകൾ പല ആളുകളും ഫ്ലാറ്റുകളിലേക്ക് വാങ്ങാനും താമസിക്കാനും നിർബന്ധിതരാകുകയാണ്. അപ്പൊ അവർക്കുള്ള സമ്പാദ്യം ഇവർക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ബിൽഡേഴ്സ് പണിയുന്നത്. ഈ പണിയുന്നതിന്റെ കേരള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് പണി നടത്തി പണി പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ നാഷണൽ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചായിരുന്നു പണിയേണ്ടത് എന്ന് സത്യത്തിൽ അത് ഉണ്ടാവാം.
ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അത് നടപ്പിലാകുന്നില്ല. പക്ഷെ അത് ആ സ്പെസിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ 5-6 മാസമായിട്ട് അതിന്റെ പേരിൽ ഫയറിന്റെ NOC കിട്ടുന്നില്ല. അതിനെ തുടർന്ന് ഇവർക്ക് ഫ്ലാറ്റ് കൈമാറ്റം നടത്താൻ കഴിയുന്നില്ല, ഇലക്ട്രിഫിക്കേഷൻ നടത്താൻ കഴിയുന്നില്ല, അതിന്റെ ഉടമസ്ഥാവകാശം. എന്തെങ്കിലും അപകടം പറ്റി ഈ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ജേക്കബ് തോമസ് അല്ലേ കുറ്റപ്പെടുത്തുകയുള്ളൂ. അദ്ദേഹം ഇപ്പോൾ ഒരു മുൻകരുതൽ എടുത്തത് കൊണ്ട് ഈ സർക്കാരിനെ അദ്ദേഹം രക്ഷപ്പെടുത്തുന്നത്. ഇത് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ലല്ലോ. കേരളത്തിൽ ഇത് എത്രയോ കാലമായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്താ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെയൊന്നും ആലോചിക്കാതിരുന്നത്? അപ്പൊ അത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അതിനൊരു സാധാരണ രീതിയിലുള്ള ഒരു സാമാന്യ ബുദ്ധി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഓരോ കാലം മുന്നോട്ട് ചെല്ലുന്തോറും ആളുകൾ കൂടുതൽ പഠിച്ച് മുന്നേറുകയാണ്. മുൻകാലങ്ങളിൽ ചെയ്ത തെറ്റുകൾ വീണ്ടും നമുക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു അത്താണിയായി അതിനെ കരുതാൻ സാധിക്കുമോ? ജേക്കബ് തോമസ് നല്ല ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് വളരെ നല്ല നിർദ്ദേശം വെച്ച്. കേരളത്തെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും ജേക്കബ് തോമസും ഇക്കാര്യത്തിൽ ഒന്നിച്ചാണ് ഇക്കാര്യത്തിൽ നീങ്ങിയത്. കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ പറയുന്ന ഫയർഫോഴ്സുകളെ ഏറ്റവും എക്വിപ്പ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ വെക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഫയർഫോഴ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന എല്ലാ ഗവൺമെന്റുകളും വളരെ കുറച്ച് തുക മാത്രമാണ്. പക്ഷെ ശ്രീ ജേക്കബ് തോമസ് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ആഭ്യന്തരമന്ത്രിയും അദ്ദേഹവും ഒന്നിച്ച് നിന്നുകൊണ്ട് 170 കോടി രൂപയുടെ പുതിയതായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഫയർഫോഴ്സിന് വേണ്ടി വാങ്ങുകയും അത് വളരെ കുറെ ആക്കുകയും ചെയ്തു. പക്ഷേ പ്രായോഗികമായി ഇത്തരം പ്രശ്നങ്ങൾ കേരള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് പണിതിട്ടുള്ള കെട്ടിടങ്ങൾ അതിന് സാവകാശം കൊടുക്കേണ്ടി വരും വേറൊരു കാര്യങ്ങളിലേക്ക് മാറുമ്പോൾ. ശ്രീ ജോസഫ് വാഴക്കൻ, ഞാൻ തിരിച്ചെത്താം. ശ്രീ MP രാജേഷ് കൂടി ഇവിടെ ചർച്ചയിലുണ്ട്. താങ്കൾ ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകരുത്. നമുക്ക് ഈ ചർച്ച ഇവിടെ ഇപ്പോൾ ഒന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങ് ദയവായി തുടരണം. ശ്രീ MP രാജേഷ്, ഇപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അനുസരിച്ചാണ് ജേക്കബ് തോമസിനെ മാറ്റുന്നത്. ശ്രീ ജോസഫ് വാഴക്കന് പോലും ജേക്കബ് തോമസ് എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തു എന്ന് പറയാനാവുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട്. മികച്ച ഉദ്യോഗസ്ഥനാണ്. അതിനർത്ഥം എന്താ? മികച്ച ഉദ്യോഗസ്ഥർക്ക് UDF ഗവൺമെന്റിൽ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ പല കാര്യങ്ങൾക്കും ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്ത ആളാണെന്നും ജോസഫ് വാഴക്കൻ പറയുന്നുണ്ട്. അതെ, നല്ല ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നതിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ, ഞങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ ആരായിരുന്നു എത്ര നല്ല ഉദ്യോഗസ്ഥനായിരുന്നാലും ഞങ്ങൾ തരം താഴ്ത്തും എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. VM സുധീരൻ അദ്ദേഹം ഇതിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് KPCCയുടെ പ്രസിഡന്റ്. അദ്ദേഹം വെറുതെ അസംതൃപ്തി പ്രകടിപ്പിക്കാനുള്ള ആളാണ്. ആ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കൊള്ളരുതായ്മയിൽ തനിക്ക് പങ്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ അതോ ഇനി അദ്ദേഹം പറഞ്ഞാലും നടക്കില്ല എന്നുള്ളതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജോയ് തോമസിനെ കൺസ്യൂമർ ഫെഡ് MDയെ നീക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ട് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല, സംരക്ഷിക്കുകയാണ്. ആ നിസ്സഹായത കൊണ്ടാണോ അതോ ആത്മാർത്ഥതയില്ലായ്മ കൊണ്ടാണോ എന്ന് ഞാനിപ്പോൾ പറയാൻ ആളല്ല. അത് ശ്രീ സുധീരൻ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഈ വ്യസനം പ്രകടിപ്പിക്കുന്നതിന് പകരം അല്ലെങ്കിൽ നിരാശ പ്രകടിപ്പിക്കുന്നതിന് പകരം ശക്തമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാത്തത്? ഈ നടപടി തെറ്റാണ്, പുനഃസ്ഥാപിക്കണം എന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ? അപ്പോൾ കാര്യങ്ങൾ വളരെ ലളിതമാണ്. ശ്രീ ജോസഫ് വാഴക്കന് പോലും ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല. പിന്നെ വളരെ ബാലിശമായിട്ടുള്ള വാദം കഷ്ടപ്പെട്ട് ശ്രീ ജോസഫ് വാഴക്കൻ കണ്ടെത്തിയത് ഈ ഫയർ എഞ്ചിൻ കൊടുക്കുന്നതിൽ സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവാണ്. ആ ഉത്തരവാണ് കുഴപ്പമെങ്കിൽ അങ്ങനെ ഒരു GO ഇറക്കിയതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ തരം താഴ്ത്തുമോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കാവുന്നതാണല്ലോ, ഇതിൽ ഇന്ന ഭേദഗതി വരുത്തണം എന്ന്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ചില ഫ്ലാറ്റുകൾക്ക് ഇവിടെ അനുമതി കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. പ്രശ്നം എന്താണ്? കൺസ്ട്രക്ഷൻ ലോബി കേരളത്തിലുണ്ട്. അത് ഇദ്ദേഹം പറയുന്നത് പോലെ വളരെ നിഷ്കളങ്കമായ എന്ന മട്ടിലാണ് ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞത്. ആയിരക്കണക്കിന് കോടി രൂപ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ബിസിനസ് നടത്തുന്ന കൺസ്ട്രക്ഷൻ ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. ഇതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇദ്ദേഹത്തെ ഒന്ന് മാറ്റിത്തരണം എന്നത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അഴിമതി ഇതിൽ നടന്നിരിക്കുന്നു. 1. 2, ജേക്കബ് തോമസ് നേരത്തെ ഇവരുടെ കണ്ണിലെ കരടാണ്. കാരണം ശ്രീ KM മാണിക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള ദൃഢമായിട്ടുള്ള നിലപാടുണ്ട്. അപ്പോൾ രണ്ടും കൂടിയാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതാണ്. പഴയ കണക്കും തീർക്കാം. ഇവരോടുള്ള കമ്മിറ്റ്മെന്റ്, ഈ ഗവൺമെന്റിന് ഇത്തരക്കാരോടെല്ലാം കമ്മിറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കമ്മിറ്റ്മെന്റ് നിറവേറ്റുകയും ചെയ്യാം. അതിനാണ് അദ്ദേഹത്തെ ബലിയാടാക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇത് പ്രതിപക്ഷം പറയുമ്പോൾ അത് ജനങ്ങൾ കാത് കൊടുക്കില്ലേ? കാരണം ഈ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടല്ലോ. ശ്രീ KM മാണിക്കെതിരെ നിലപാടെടുക്കാൻ ശ്രീ ജേക്കബ് തോമസ് മേൽ അത് എടുക്കാതിരിക്കാനുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് വാർത്തകളായിരുന്നല്ലോ. അവിടുന്ന് അദ്ദേഹം തെറിച്ചു. അത് പ്രമോഷനാണ് എന്നാണ് പറഞ്ഞത്. മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഇവിടെ നിന്നും തെറിക്കുന്നു. ഇത് ചെയ്യുന്നത്
ഐ ഗ്രൂപ്പിൻ്റെ ചില ഇടപാടുകൾ മൂലമാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചിലർക്ക് വിശകലനം ചെയ്യുന്നത്. ഐ ഗ്രൂപ്പ് വളരെ പേരെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരുന്ന ഒരു വിഭാഗമാണല്ലോ കോൺഗ്രസിൻ്റേത്. ഇത് അടുത്തടുത്തായി കേൾക്കുന്നത് കൺസ്യൂമർ ഫെഡിലെ ടോമിൻ തച്ചങ്കരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ഇപ്പോൾ ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, തൃശ്ശൂരിലെ കുഴപ്പങ്ങളിൽ ഒക്കെ ഐ ഗ്രൂപ്പ് ഇങ്ങനെ പെടുമ്പോൾ വെടക്കാക്കി തനിക്കാക്കുക എന്ന നിലപാടുണ്ടോ? ഈ കാര്യങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് നിങ്ങളെ മറ്റേ ഗ്രൂപ്പുകാർ കൂടെ നിർത്തുമ്പോൾ? ഒരു കാര്യം എം പി രാജേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് രാജേഷിനോട് ഞാൻ രാജേഷിന്റെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയാം. ഈ ജേക്കബ് തോമസിനെ പക്ഷേ രാജേഷിനേക്കാൾ വളരെ അടുത്ത് എനിക്കറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പഴയ ആഭ്യന്തരമന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഞാൻ വേണേ എണ്ണി നിങ്ങൾ പറയാം അദ്ദേഹം ഉപദ്രവിച്ചിട്ടുള്ളത് ഏതൊക്കെ രൂപത്തിലാണെന്നും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുഭവങ്ങളും പീഡനങ്ങളും ഒക്കെ എത്രയാണെന്നതിനെ കുറിച്ച് കൺസ്യൂമർ നേരത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു നിരവധി കാര്യങ്ങൾ ഞാൻ പറയാം. അതുകൊണ്ട് വെറുതെ എന്നോട് അത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് ശ്രീ ജോസഫ് വാഴക്കൻ അത് വെറുതെ ആക്കണ്ട. അത് മുൻകാലങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രാജേഷിന് മറുപടി ഉണ്ടാകും. പക്ഷേ ജനങ്ങൾ അത് കണ്ടിട്ടുണ്ട്, അതിന് മറുപടി എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാകും. ഇപ്പൊ അതുകൊണ്ട് നിങ്ങളും അത് തന്നെയല്ലേ ചെയ്യുന്നത്? പിന്നെ വേറൊരു കാര്യം, ബഹുമാന്യന ഇവിടെ വേറെ കാര്യങ്ങൾ പാർട്ടിക്കകത്ത് രണ്ട് അഭിപ്രായം. ശ്രീ ബഹുമാന്യന ഞങ്ങളുടെ KPCC പ്രസിഡന്റ് PM സുധീരൻ അദ്ദേഹം ഓരോ കാര്യഘട്ടത്തിലും തലപ്പെട്ട പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കാറൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനകത്തുനിന്ന് മാറുന്നു. അദ്ദേഹം ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സംശയം, അതൊരു വലിയ ഔദാര്യമാണ് ശ്രീ ജോസഫ് വാഴക്കൻ. കേൾക്കാറുണ്ടെന്നുള്ളതല്ല, ഞാൻ പറഞ്ഞത് ബാക്കി പൂർത്തിയാക്കട്ടെ. ഞങ്ങൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് കേൾക്കും, അദ്ദേഹത്തെ അത് വിശദീകരിക്കേണ്ടതാണെങ്കിൽ വിശദീകരിക്കും, ആ തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങൾ പോവും. പക്ഷെ നിങ്ങൾ അച്യുതാനന്ദനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയല്ലേ? അച്യുതാനന്ദന് നിങ്ങൾ പാർട്ടിയിൽ അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നതിന്റെ പേരിൽ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ രാഹുലിനെ കടുംപട്ടിയിലെപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്ന കേട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന് പേരിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ച ആളുകളാണ് ഈ വലിയ വർത്തമാനം പറയുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ചിലപ്പോൾ CPM-നകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, CPM ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ടാകാം. ഇന്നത്തെ വിഷയം ശ്രീ ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥനെ മാറ്റിയതിനകത്ത് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് പറയുന്നതല്ലല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. രണ്ടുപേരും രണ്ട് തട്ടിലാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. രണ്ട് തട്ടിലല്ല, അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഭരണപരമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും കാര്യത്തിൽ സംശയം മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭരണത്തിൽ ഇരിക്കുന്നവർ പാർട്ടി പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തും. അത് ഇന്ന കാരണങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. തീർച്ചയായിട്ടും അത് പറയും. ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്, ഒരു അഭിപ്രായങ്ങൾ ആരും പറയും. പക്ഷെ അത് പിറ്റേ ദിവസം പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തി ഇന്ന കാരണങ്ങളാലാണ് ഇത്ര ആവശ്യങ്ങൾ. കേരളത്തിൽ ആയിരക്കണക്കിന് ഫ്ളാറ്റുകൾ വാങ്ങി അതിന്റെ NOC കാത്തു കിടക്കുന്ന ഒരുപാട് ജനങ്ങള്, അവരുടെ പ്രശ്നങ്ങള്, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. KBR അനുസരിച്ച് പണിതിട്ടുള്ളതാണ്, ഗവൺമെന്റ് നേരത്തെ പെർമിഷൻ കൊടുത്തിട്ടുള്ളതാണ്, അതിനകത്ത് CTPയുടെ അനുമതിയുള്ളതാണ്, ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് പണിതിരിക്കുന്നതാണ്. അപ്പൊ പുതിയ 3 നിലയ്ക്ക് മുകളിലുള്ളവർക്ക് ഫയർഫോഴ്സ് കിട്ടണമെങ്കിൽ കേരളത്തിൽ ഇന്ന കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞാൽ അതിന് സാവകാശം അവിടെയാണ് ശ്രീ രാജേഷ് പറഞ്ഞത്. അത് കെട്ടിട നിർമ്മാണ ബിൽഡേഴ്സിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, അല്ലാതെ ഈ കെട്ടിടം എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുപോയാൽ ആ ജനങ്ങൾക്കുണ്ടാകുന്ന അപകടത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഈ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ മഹാ അപരാധി ജോലി ചെയ്യുന്നവരുടെ അതിന്റെ അർത്ഥം. അവര് ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടാണ്, അവരുടെ കയ്യിൽ നിന്നാണ് അവരുടെ ഫ്ലാറ്റ് ബുക്ക് ചെയ്യിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പണം വാങ്ങി അവർ ബിൽഡറുടെ റോള് നിന്നുകൊണ്ടാണ് പണിയുന്നത്. ഇതിനൊക്കെ വ്യവസ്ഥ വേണ്ടേ ശ്രീ ജോസഫ് വാഴക്കൻ? ആ നിയമങ്ങൾ അനുസരിച്ചല്ലേ പോകേണ്ടത്? ഞാൻ തിരിച്ചെത്താം, ദയവായി തുടരുക. ശ്രീ രാജേഷ് അതിനകത്ത് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. രാജേഷ്, ശ്രീ ജോസഫ് വാഴക്കനോട് ലാലിന്റെ ചോദ്യം അരി എത്ര എന്നായിരുന്നു. വാഴക്കന്റെ മറുപടി പയറഞ്ഞാഴി എന്നാണ്. പയറഞ്ഞാഴിക്ക് മറുപടി പറഞ്ഞ സമയം കളയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അത് എത്രയോ തവണ ചർച്ച ചെയ്തതും വിശദീകരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ജേക്കബ് തോമസിനെ ഏറ്റവും കൂടുതൽ കാലം ഉപദ്രവിച്ചത് LDF ഗവൺമെൻറ്റാണ്. അന്ന് ജോസഫ് വാഴക്കൻ ഒരു പക്ഷേ MLA ആയിട്ടുണ്ടാവില്ല. ഈ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ MLAയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ട് കുറച്ച് പേര് നിങ്ങളുടെ ഉണ്ടായിരുന്നല്ലോ അസംബ്ലിയിൽ. നിങ്ങളാരും ഉന്നയിച്ചതായി കേട്ടിട്ടില്ല. 1. 2, ജേക്കബ് തോമസ് ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല അങ്ങനെ അദ്ദേഹത്തെ ദ്രോഹിച്ചു എന്ന്. ഇപ്പോൾ പരാതി പറഞ്ഞു. ഈ ഇന്നലത്തെ നടപടിയെക്കുറിച്ച് അദ്ദേഹം തന്നെ പരാതി പറഞ്ഞു. ശ്രീ ജേക്കബ് തോമസ് ഇതുവരെ ഒരിക്കലും പറഞ്ഞിട്ടില്ല LDF സർക്കാരിൻ്റെ കാലത്ത് ദ്രോഹമുണ്ടായി എന്ന്. ഇനി അദ്ദേഹം പരാതി പറഞ്ഞില്ല പോട്ടെ, നിങ്ങൾക്ക് പരാതി പറയാമായിരുന്നല്ലോ. ഇന്ന് വരെ നിങ്ങളാരും പരാതി പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല.
അപ്പോൾ ഇതൊക്കെ ഒരു കഥയുമില്ലാത്ത വാദങ്ങളാണ്, പിടിച്ചു നിൽക്കാനുള്ള വാദങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുഖം ഒരിക്കൽ കൂടി അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മുഖം മൂടി എന്ന് പറഞ്ഞുകൂടാ, മുഖംമൂടിയൊക്കെ നേരത്തെ തന്നെ പിച്ച് ചിന്തപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് ലജ്ജ തന്നെ ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. ആ ലജ്ജ ഇല്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഞാൻ തന്നെയാണ് മാറ്റിയത് എന്ന്. ലജ്ജയില്ലാത്തൊരു തരം ഔദ്ധത്യത്തിലേക്ക്, ധാർഷ്ട്യത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ്. ശ്രീ പി ജെയിംസ് പറഞ്ഞത് രാജേഷിന് അങ്ങനെ പറയാം, ഞാനൊരു നിഷ്പക്ഷനായതുകൊണ്ട്, നിഷ്പക്ഷനാണെന്ന് എല്ലാവർക്കും തോന്നണമെങ്കിൽ സർക്കാരിനെതിരായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നൊരു ധ്വനിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നിഷ്പക്ഷനാവുക എന്ന് പറഞ്ഞാൽ, നിഷ്പക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഉള്ള വസ്തുത പറയാൻ മടിക്കുക എന്നാണ് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിഷ്പക്ഷ മേൽവിലാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, വേറെ ദുരുദ്ദേശം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നു ശ്രീ പി ജെയിംസ് അതിന്റെ ഒരു ഭാഗം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇടപെട്ടു എന്നുള്ളതുകൊണ്ടായിരിക്കും മറുഭാഗം കൂടെ പറയുമ്പോൾ ശ്രീ രാജേഷിന് സന്തോഷം വരാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. എനിക്ക് അതായത് ഇതിനകത്തൊരു ഗ്രൂപ്പിന്റെ രാഷ്ട്രീയം നമ്മൾ കാണാതെ പോകാമോ? ഒരു മാധ്യമപ്രവർത്തകൻ രാജേഷ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, 1991 മുതൽ 2015 വരെ 15 വർഷം ഏതാണ്ടുണ്ട്. ഈ 15 വർഷത്തിനുള്ളിൽ ഈ UDF LDF മാറി മാറി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് UDF LDF പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇത്രയും സത്യസന്ധനായ ഓഫീസറെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കാൻ തയ്യാറായില്ല? കാരണം എന്താ? അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഇതൊരു ട്രസ്റ്റിന്റെ വിഷയമുണ്ട്. ഞാനിപ്പോ ഈ സത്യസന്ധത മാത്രം പറയുന്നത്. പ്രശ്നം ഉന്നയിക്കുമ്പോഴാണല്ലോ നമ്മൾ ബാക്ക് ഫയൽസ് എടുക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ കാലത്ത് പോലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിന് തിരിച്ചത് കൊടുത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്തിനാ ഹിപ്പോക്രസി പറയുന്നത്? നമുക്ക് ചില ആൾക്കാരെ കുറിച്ചൊരു ഇതുണ്ട്, അവർ നല്ല സത്യസന്ധരാണ്. ഞാൻ രണ്ട് പേരും ചെയ്തതിനെ ന്യായീകരിക്കാനോ തിരിച്ചു പറയാനോ ഞാൻ ചെയ്യുന്നില്ല. അല്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇടതുപക്ഷം ഇപ്പോൾ ജേക്കബ് തോമസിന് വേണ്ടി വാദിക്കുന്ന വാദത്തിന് കഴമ്പുണ്ടാവണമെങ്കിൽ ജേക്കബ് തോമസിനെ അവർ ഭരിച്ചിരുന്ന കാലത്ത് വളരെ നല്ല സ്ഥാനങ്ങളിൽ വെക്കുകയും ആ തരത്തിൽ അദ്ദേഹത്തിന്, പിന്നെ ജേക്കബ് തോമസിന് ഉദ്യോഗസ്ഥരുടെ കഴിവിനൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. സപ്ലൈകോയിൽ 34 കോടി രൂപ നഷ്ടത്തിലായിരുന്നതിനെ ലാഭത്തിലാക്കിയ ഒരാളാണ്. അതേ ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മളെപ്പോഴും ഈ ഒഴുക്കിനൊപ്പം നീന്താൻ വളരെ എളുപ്പമാണ്. ഒരു ഉദ്യോഗസ്ഥന് അനുകൂലമായിട്ട് ട്രെൻഡ് ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി, അതല്ല. സത്യസന്ധമായിട്ട് ഈ ഞമ്മട്ട് രാജേഷിനെ പോലുള്ള ആൾ കൺസ്ട്രക്ഷൻ മേഖലയെക്കുറിച്ച് രാജേഷിന് അറിയാം. കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖല മൊത്തം സ്തംഭിച്ചിരിക്കുക. ബാക്കിയെല്ലാം പോട്ടെ, ഇത്ര 10,000 തൊഴിലാളികൾ ഇത് ബന്ധപ്പെട്ടൊരു മേഖലയിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം അവരെ പരാജയം ഉണ്ടാവാം. ഉദ്യോഗസ്ഥർ അവരൊരുമിച്ചിരുന്ന് ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് പകരം ഇതിലൊരു പിടിവാശി കാണിക്കുകയും എൻ്റെ നിലപാട് ഇത് ചെയ്തിട്ട് എന്നുള്ള നിലപാടിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാലം മാറി, കേരളം മാറി ചിന്തിക്കേണ്ട അവസ്ഥയിലാണ് കാര്യം. കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖല ആകെ സ്തംഭിച്ചതിന് ഉത്തരവാദി ഈ ഒരൊറ്റ ഉദ്യോഗസ്ഥനാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാ പറയുന്നതിനർത്ഥം അങ്ങനെ പറഞ്ഞാലും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ മേഖല സ്തംഭിച്ചിരിക്കുകയാണ്. അല്ലല്ല, അതൊക്കെ പറയുന്നത് വളരെ കടന്ന കൈയാണ്. കഴിഞ്ഞ 2 മാസം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്, കൺസ്ട്രക്ഷൻ മേഖല കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാക്കണം. അത് ഏതെങ്കിലും IPS ഉദ്യോഗസ്ഥരുടെ നടപടി കൊണ്ടല്ല. അത് സർക്കാരിൻ്റെ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടും പൊതുവെ സമ്പദ് വ്യവസ്ഥ ഒരു മാന്ദ്യത്തിൻ്റെ ലക്ഷണങ്ങൾ, മാന്ദ്യത്തിലേക്ക് എത്തിയെന്നല്ല ഞാൻ പറയുന്നത്, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു റിക്കവറി ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ഇന്ത്യൻ എക്കോണമിയിലാകെ നേരിടുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ റിക്കവർ ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ്. അത് റിസർവ് ബാങ്ക് ഗവർണറെ പോലുള്ള ആളുകളെല്ലാം അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രശ്നമുണ്ട്. അതല്ലാതെ അത് ഏതെങ്കിലും ഒരു ജിയോയുടെ ഭാഗമായിട്ടുണ്ടായതാണ് എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അത് ഒട്ടും വിശ്വസനീയമായിട്ടുള്ളതല്ല. പിന്നെ ശ്രീ പി ജെയിംസിന് ചോദിക്കുകയാണ് എന്തുകൊണ്ട് കഴിഞ്ഞ അദ്ദേഹം ചോദിക്കുകയുണ്ടായി LDF ഗവൺമെന്റുകൾ ഇദ്ദേഹത്തിന് നല്ല പോസ്റ്റിംഗ് കൊടുത്തില്ല എന്ന്. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് കൊടുത്ത പോസ്റ്റിംഗ് ഏതൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ജേക്കബ് തോമസ് തന്നെ ഇതുവരെ ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. ഇവിടെ അദ്ദേഹം പരാതി പറയുന്നു തനിക്കെതിരായിട്ടുള്ളത് പ്രതികാര നടപടിയാണ്, തന്നെ തരം താഴ്ത്തുകയാണ് ചെയ്തത്, താൻ ആ പദവി ഏറ്റെടുക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ LDF ഗവൺമെന്റ് അദ്ദേഹത്തോട് പ്രതികാര നടപടി സ്വീകരിച്ചെങ്കിൽ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ, സത്യസന്ധനായിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ അത് പറയുമായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീ ജോസഫ് വാഴക്കൻ, ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ കഴിഞ്ഞ
LDF സർക്കാരിൻ്റെ കാലത്ത് എന്ത് എന്നാണല്ലോ പറഞ്ഞു തുടങ്ങുന്നത്. ഇവിടെ രണ്ട് സർക്കാരുകളെ അല്ല, ഇപ്പോൾ ജനങ്ങൾക്ക് വേറെ പണിയുണ്ട്. കഴിഞ്ഞ ചരിത്രം പരിശോധിച്ചുകൊണ്ട് കഴിഞ്ഞ 25 വർഷത്തെ ഗവൺമെൻറ്റുകൾ ഓരോന്നും എന്ത് ചെയ്തു, ആർക്കാണ് മാർക്ക് ഇടേണ്ടത് കൂടുതൽ എന്നന്വേഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം എന്താണ്, അതാണല്ലോ ശ്രീ ജോസഫ് വാഴക്കനും ജേക്കബ് തോമസിൻ്റെ നടപടിയെക്കുറിച്ച് പറയുന്നത്. ഇന്ന് കേരളത്തിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്താണ് പ്രശ്നം അത് മനസ്സിലാകാതെ ജേക്കബ് തോമസ് ചെയ്യുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ദിവസം ജേക്കബ് തോമസിന് ഉണ്ടായ അദ്ദേഹത്തിനോട് എടുത്ത നടപടി, അതാണ് വിഷയം. ഇത് ജേക്കബ് തോമസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ശ്രീ ടോമിൻ തച്ചങ്കരിയുടെ കാര്യത്തിൽ, പല IAS IPS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഈ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്നാണ് വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. ഇത് എങ്ങനെ സർക്കാർ നേരിടും? ശ്രീ വാഴക്കൻ. ഹലോ, ഈ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ജനകീയ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാറാഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിപ്പോ ഈ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് എനിക്കറിയാം, ജേക്കബ് തോമസും ഒക്കെ ആയിട്ട് ഹോം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എത്രയോ തവണ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു. ഈ കൺസ്ട്രക്ഷൻ രംഗത്തുള്ള പ്രശ്നം ഒരാൾ മാത്രമല്ല, ഒരു തീരുമാനം ഒരു വ്യക്തിയുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതൊരു സ്റ്റേറ്റിനെ മൊത്തം ബാധിക്കും. അതില്ല എന്ന് രാജേഷ് പറയണ്ട, ഒരു വ്യക്തി മാത്രമാണ്. അവിടെ മാത്രമല്ല, ശ്രീ ജോസഫ് വാഴക്കൻ, നമുക്ക് ആ കാര്യം ഇനി പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ശ്രീ VM സുധീരന് അത് മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കൂ. മണലിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ മണ്ണിന്റെ കാര്യത്തിൽ, പാറയുടെ കാര്യത്തിൽ, ഇത്തരം കാര്യത്തിലൊക്കെ നമ്മൾ പരിസ്ഥിതിവാദികളും നാടും മൊത്തം ഇറങ്ങി തിരിച്ച് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖല അപ്പാടെ തകർന്നു നിൽക്കുകയാണ്. വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സ്റ്റേറ്റിന്റെ വളർച്ചയെ അനുസരിക്കുന്ന ഒരു വലിയ സാഹചര്യമുണ്ട്. അപ്പൊ ഒരു ഗവൺമെന്റ് അതിന്റെ നയങ്ങള് മന്ത്രിസഭ കൂടുമ്പോൾ ആലോചിക്കും. ശ്രീ ജോസഫ് വാഴക്കൻ, ഈ ഗവൺമെന്റ് നയം എന്താണ്? ഫയർ ആൻഡ് റെസ്ക്യൂ എന്നുള്ളിടത്ത് ഫയറിന്റെ കാര്യത്തിലും റെസ്ക്യൂവിന്റെ കാര്യത്തിലും കെട്ടിടങ്ങളിൽ ഒരു കാര്യവും ചെയ്യണ്ട എന്നാണോ ഈ ഗവൺമെന്റ് നയം? ഈ ഗവൺമെന്റിന് നയമുണ്ട്. അത് പയ്യെ പിന്നെ ഒരു 15 കോടി രൂപയാണ് ഒരു ഹൈ ലിഫ്റ്റിനുള്ളത്. ആ രീതിയിൽ നിരവധി ലിഫ്റ്റുകൾ വാങ്ങുന്നത്. അതിനൊക്കെയുള്ള പണം കണ്ടെത്തേണ്ടി വരും. ഇത്രയും കാലം ആരും ശ്രദ്ധിക്കാതെ കിടന്നതാണ്. ഈ രമേശ് ചെന്നിത്തല വന്നതിന് ശേഷമാണ് ഇപ്പൊ 170 കോടി രൂപ മുടക്കി അതിന് ഒരുപാട് ആധുനിക. ശ്രീ ജോസഫ് വാഴക്കൻ, ഇടയ്ക്കിടയ്ക്ക് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ആഗ്രഹമുണ്ട്, മറ്റാരെങ്കിലും ആണോ ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്? അങ്ങനെ ഒരു ക്യാബിനറ്റിന്റെ ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വ്യക്തിയല്ല. ഒരു ക്യാബിനറ്റിൽ ഒരു തീരുമാനം, അതിനാളെ ക്യാബിനറ്റ് അല്ല, പിന്നെ മന്ത്രിമാരുടെ എക്സിക്യൂട്ടീവ് ഓർഡർ. ഇത് മാറ്റണമെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രം മതിയായിരുന്നു ഇദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് വയ്ക്കാൻ. അതിന് പ്രത്യേകിച്ചൊന്നും വേണ്ടിയിരുന്നില്ല. ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ. പക്ഷേ ആ എക്സിക്യൂട്ടീവ് ഓർഡർ ശ്രീ രമേശ് ചെന്നിത്തല കൊടുത്തില്ല. അപ്പൊ ക്യാബിനറ്റ് ഇടപെട്ടു, അതാണോ മനസ്സിലാക്കുന്നത്? അങ്ങനല്ല. ക്യാബിനറ്റിൽ വന്നു കഴിയുമ്പോൾ പൊതുവായ സ്റ്റേറ്റിന്റെ എല്ലാ വിഷയങ്ങളും സംസാരിക്കും ക്യാബിനറ്റ്. അല്ലാണ്ട് ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പിനെ കുറിച്ച് പറയും. പക്ഷെ പൊതുവായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. അതാണല്ലോ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അതാണല്ലോ ക്യാബിനറ്റിൽ വരണമെന്ന് പറയുന്നത്. പൊതുവായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ വന്നിട്ട് വേണം കാര്യങ്ങൾ. ശരി, ഈ വിഷയം ഇനി നമുക്ക് നാളെയും ചർച്ച ചെയ്യേണ്ടതുണ്ടല്ലോ. ഒറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോ ശ്രീ ജേക്കബ് തോമസിനെ അവിടെ നിന്ന് മാറ്റി പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ MD ആണെന്ന് തോന്നുന്നു ആക്കിയിരിക്കുന്നത്. അവിടെയും ഈ നിയമങ്ങളൊന്നും നോക്കണ്ട, ആളുകളുടെയൊക്കെ സൗകര്യം അനുസരിച്ച് കുറെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ മാറ്റിയിരിക്കുന്നത്. അങ്ങനെ അല്ലല്ലോ, നിയമങ്ങൾ നോക്കുന്നതാണ്. ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറഞ്ഞ DGP ഇരുന്ന സ്ഥലമല്ലേ ഉണ്ട് ഇടതുപക്ഷത്തിന്റെ കാലത്ത്. കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭനായ, നല്ല പ്രാസംഗികനായ, നല്ല സ്കോളറായ അദ്ദേഹത്തെ പോലെ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറഞ്ഞ ഒരു DGP ഇരുന്ന ഒരു പോസ്റ്റ്. അങ്ങനെ തരം താഴ്ത്തലൊന്നും പറയണ്ട. ഈ തരം കൂടുതലും തരം താഴ്ന്നത് ഏതാ ഉള്ളത്? DGPമാർ ഇരുന്ന പോസ്റ്റാണ് അത്. തരം താഴ്ത്തി എന്ന് പറഞ്ഞത് താങ്കളുടെ സുഹൃത്തായ ജേക്കബ് തോമസ് ആണ്. ജേക്കബ് തോമസ് അങ്ങനെ ഒരു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് ഒരു ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കഴിവിനനുസരിച്ച് അത് പോരാ എന്ന് തോന്നിയിട്ടുണ്ടാകും. ഞാനതിനൊന്നും കുറ്റം പറയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പൊ തൽക്കാലത്തേക്ക് അതാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ വേറെ ഈ വിജിലൻസിന് അദ്ദേഹം വന്നതും പിന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി കഴിഞ്ഞ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. യെസ്, സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഇടപെടുന്നു. എന്തായാലും ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന നടപടികളിലൂടെ ഫയർ ആൻഡ് റെസ്ക്യൂ കാര്യത്തിലുള്ള സർക്കാരിന്റെ നയമാണോ അതോ ബിൽഡേഴ്സിന്റെ നയമാണോ നടപ്പിലാകുന്നത് എന്നാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ, സംശയങ്ങൾ ഉന്നയിക്കുന്നവർ ചോദിക്കുന്നത്. അതിന് ഉത്തരങ്ങൾ വ്യക്തമായി വരും ദിവസങ്ങളിൽ നൽകേണ്ടിയും വരും. കാരണം തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വരുന്നത് കൊണ്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോസഫ് വാഴക്കൻ. മറ്റതിഥികൾ ശ്രീ MP രാജേഷ്, ശ്രീ PP ജെയിംസും കൂടി അടുത്ത ചർച്ചയിലും തുടരും. മറ്റതിഥികളും ഉണ്ടാകും. SNDPക്ക് രാഷ്ട്രീയ പാർട്ടി
വേണമെന്നോ വേണ്ടെന്നോ എന്താണ് BJP ഉദ്ദേശിക്കുന്നത്? SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിക്കെതിരെ ശ്രീനാരായണ ധർമ്മവേദി ഗുരുനിന്ദയാണ് വെള്ളാപ്പള്ളി നടത്തുന്നതെന്നും SNDPയുടെ പേരിൽ കോടികൾ തട്ടിയെടുത്തെന്നും ധർമ്മവേദി ആരോപിച്ചു. ജാതിയുടെ പേരിൽ സ്പർദ്ധ വളർത്തുകയാണ് വെള്ളാപ്പള്ളി നടത്തുന്നതെന്നും ധർമ്മവേദി കുറ്റപ്പെടുത്തി. ഇതിനിടയിൽ SNDP യോഗം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്നത് കള്ളപ്രചാരണമാണെന്നും ഞായറാഴ്ചത്തേത് യൂണിയൻ ഭാരവാഹികളുടെ യോഗമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ വിഷയം ആണ് ന്യൂസ് ആൻഡ് വ്യൂസ് രണ്ടാമതായി ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ MB രാജേഷ് MP, ശ്രീ PP ജെയിംസ്, ഒപ്പം BJP നേതാവ് ശ്രീ JR പത്മകുമാർ, SNDP യൂണിയൻ മുൻ പ്രസിഡന്റ് ശ്രീ CK വിദ്യാസാഗർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ CK വിദ്യാസാഗർ, SNDPയുടെ യഥാർത്ഥത്തിലുള്ള ഇന്നത്തെ നിലപാട് എന്താണ്? രാഷ്ട്രീയ പാർട്ടി SNDPക്ക് ഉണ്ടാകുമോ? ഇതിനിടയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി SNDPയിൽ ഇപ്പം തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ SRP പുനരുജ്ജീവിപ്പിച്ചതിൻ്റെ ഒരു ഭാഗം താങ്കളുടെ കൂടെ ഉണ്ടെന്നാണ്. SNDPയുടെ ഔദ്യോഗിക നിലപാട് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കും കൃത്യമായിട്ട് നിശ്ചയമില്ല. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയതേ ഉള്ളൂ. ഞാൻ ആ വിഷയത്തിൽ SNDP യോഗ നേതൃത്വവുമായിട്ട് അഭിപ്രായ വിനിമയം ആശയവിനിമയം നടത്തിയിട്ടില്ല. പിന്നെ SNDP ഒരു രാഷ്ട്രീയം, SNDP നേരിട്ട് ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക, SNDPയുടെ ഭാരവാഹികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരിക എന്നൊക്കെ പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ആ സംഘടനയ്ക്കുള്ളിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന ഒരുപിടി പ്രശ്നങ്ങൾ അതിന് ആന്തരികമായിട്ട് ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ശ്രീ CK വിദ്യാസാഗർ, ഈ കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അങ്ങ് ഇപ്പം പറഞ്ഞതുപോലെ തന്നെയാണല്ലോ എല്ലാവരും, കേരളത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ SNDP ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, SNDP അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് മാത്രം കൂടാൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ SNDPയുടെ തലപ്പത്ത് നിന്ന് തന്നെ പറയുമ്പോൾ അത് നിങ്ങളെപ്പോലുള്ളവർ എന്തുകൊണ്ടാണ് വേണ്ട രീതിയിൽ പ്രതികരിക്കാത്തത്? മിസ്റ്റർ ലാൽ, ഈ കേരളത്തിലെ ഒരു പിന്നോക്ക രാഷ്ട്രീയം, ഒരു OBC പൊളിറ്റിക്സ്, അതിന് പ്രസക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം ഈ ഹിന്ദു രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയം ഒരു അതിര് വിട്ടപ്പോഴെല്ലാം അവിടെയൊക്കെ ഈ OBC പൊളിറ്റിക്സ് വളർന്നു വന്നതായിട്ട് കാണാം. പിന്നെ കേരളത്തിലെ ഒരു മർദ്ദിത ജനവിഭാഗങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് മാത്രം ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയില്ല. ഇവിടെ ക്രിസ്ത്യൻ പൊളിറ്റിക്സും മുസ്ലിം പൊളിറ്റിക്സും ഇതായിപ്പോ ഹിന്ദു പൊളിറ്റിക്സും സജീവമാവുന്നു. ഇങ്ങനെ ഈ മൂന്ന് പൊളിറ്റിക്സും സജീവമാകാമെങ്കിൽ എന്തുകൊണ്ട് ഒരു OBC പൊളിറ്റിക്സും കൂടി ഇവിടെ ഉണ്ടായിക്കൂടാ? പക്ഷേ ശ്രീ CK വിദ്യാസാഗർ, ഇപ്പൊ SNDPയുടെ തലപ്പത്ത് ഉള്ളവർ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഈ ഹിന്ദു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി BJP പോലെയുള്ള പാർട്ടികൾ, അതായത് പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിൽ വ്യക്തമായ ചില നിലപാടുകൾ, പ്രത്യേകിച്ച് ദളിത് സംവരണത്തെക്കുറിച്ചൊക്കെ അതിനെതിരായി പറഞ്ഞ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJP വളരെ രീതിയിൽ അപ്പുറത്തുണ്ട്. ആ പാർട്ടികളോട് യോജിക്കുന്ന രീതിയിലുള്ള വർത്തമാനം SNDPയുടെ ഭാഗത്തുള്ളവർ പറയുമ്പോഴാണ് ഈ ചോദ്യം ഉയരുന്നത്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. SNDP ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിൻബലം കൊടുക്കുന്നുവെങ്കിൽ അത് കൃത്യമായും ഒരു പിന്നോക്ക അജണ്ടകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശക്തിക്ക് മാത്രമേ SNDPക്ക് പിൻബലം കൊടുക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അതല്ല എങ്കിൽ അത് ഒരു ശരിയാകത്തില്ല. കാരണം പലപ്പോഴും SNDPയുടെ സോഷ്യൽ അജണ്ടകളും പൊളിറ്റിക്കൽ അജണ്ടകളും പല സംഘടനകളുടെയും സോഷ്യോ പൊളിറ്റിക്കൽ അജണ്ടകളുമായിട്ട് യോജിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി. പല സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് BJP തന്നെയാണ്. ഞാൻ തിരിച്ചെത്താം ശ്രീ JR പത്മകുമാർ. മറ്റുള്ളവരിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഇതിനിടയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി BJP നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇതിലൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJPയുടെ നേതൃയോഗം തന്നെ പല രീതിയിൽ അവിടെ അടി നടന്നു എന്നാണല്ലോ പുറത്തേക്ക് വരുന്ന വാർത്ത. അതായത് ശ്രീ മുരളീധരൻ BJPയെ SNDPയായിട്ട് കൂടുന്നതിന് എതിരായിട്ടും ശോഭാ സുരേന്ദ്രൻ അത് വേണമെന്നും വരേണ്യവർഗത്തിൻ്റെ ഭാഷയും ഒക്കെ അവിടെ കണ്ടെത്തി നിരീക്ഷിച്ചവരൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്, SNDP ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ മുരളീധരന് പഴയ RSS മനസ്സും വെച്ചുകൊണ്ട് ആ പാർട്ടിയുടെ കൂടെ നിൽക്കാം. BJPക്ക് അകത്തേക്ക് SNDP വരുമ്പോഴേ പ്രശ്നം വരുന്നുള്ളൂ. അത് എന്നാൽ നടക്കാൻ പോകുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുകയും ചെയ്തു എന്നൊരു വിശകലനമുണ്ട്.
ലാൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ താങ്കളുടെ സങ്കല്പമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാവനാ സൃഷ്ടിയിൽ വന്ന കാര്യമാണ്. ഞാൻ രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെയും ആ മീറ്റിങ്ങിൽ പങ്കെടുത്താണ്. ഇങ്ങനെ ഒരു സംഭവ വിഷയമേ അവിടെ ചർച്ച ചെയ്തില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ചാണ്, അല്ലാതെ ഈ തരത്തിലുള്ള ചർച്ച ചെയ്തില്ല. പിന്നെ ഈ SNDPയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട്, SNDP രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നില്ല, അത് ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെ പിന്നോക്ക രാഷ്ട്രീയത്തിലൊരു സംഘടന ഉണ്ടാക്കുന്നെങ്കിൽ BJP അത് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ SNDPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവിധ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉള്ള ആളുകൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. SNDP എന്നുള്ളൊരു സംഘടനയ്ക്ക് രാഷ്ട്രീയം പാടില്ല, പക്ഷേ SNDPയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയം പാടില്ല. ആ രാഷ്ട്രീയം BJPയുടെ രാഷ്ട്രീയമായി ഒത്തുപോകില്ല എന്നാണ് ഇപ്പോൾ ശ്രീ വിദ്യാസാഗർ പറഞ്ഞ പിന്നോക്ക രാഷ്ട്രീയമാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി തന്നെ പിന്നോക്ക സമുദായത്തിൽ നിന്ന് വളർന്നതല്ല, അദ്ദേഹം പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ അതിൽ വേറെ തലത്തിലുള്ള അദ്ദേഹത്തിന് കാഴ്ചപ്പാടായിരിക്കാം. പിന്നോക്കം എന്ന് പറയുമ്പോൾ രാജേഷ് പിന്നോക്കക്കാരൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് പിന്നോക്ക രാഷ്ട്രീയം ഈ SNDP പറയുന്നത് പോലെ BJP കാത്തുകൊള്ളും എന്ന് അവർ കരുതേണ്ടതുണ്ടോ? നരേന്ദ്രമോദി പിന്നോക്കക്കാരനല്ല, അദ്ദേഹത്തിന്റെ സമുദായത്തെ പിന്നീടാണ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണുന്നത്. അത് കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. അതിനു മുമ്പ് ആ വിഭാഗം മുന്നോക്ക വിഭാഗമായിരുന്നു ഗുജറാത്തിൽ എന്നുള്ളതും നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ പിന്നോക്കക്കാരൻ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയാൽ ആ വിഭാഗത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമായിരുന്നെങ്കിൽ ഉത്തർപ്രദേശിൽ ദളിതരുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കേണ്ടതായിരുന്നു. അവിടെ പിന്നോക്കക്കാരിയായിട്ടുള്ള മായാവതി മുഖ്യമന്ത്രിയായിരുന്നു, പിന്നാക്കക്കാരനായിട്ടുള്ള ലാലു പ്രസാദ് യാദവ്, അതുപോലെ ഇപ്പുറത്ത് മുലായം സിംഗ് യാദവ്, ഇവരെല്ലാം മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുണ്ട്. അപ്പോൾ പിന്നോക്കക്കാർ അധികാര പദവിയിൽ വന്നാൽ അവർ ആ പദവിയിൽ വന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ വിഭാഗത്തിൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടില്ല എന്നുള്ളതിന് എത്രയോ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതോടെ നിൽക്കട്ടെ. ഇവിടെ SNDP രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നില്ല എന്ന തീരുമാനത്തിൽ പ്രത്യേകിച്ച് അത്ഭുതകരമായിട്ടൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നേരത്തെ തന്നെ പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടുള്ള പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടുള്ള പരീക്ഷണമാണ്. SRP NDP ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നതാണ്. എന്താണ് അതിൻ്റെ എല്ലാം ചരിത്രമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. അപ്പോൾ കേരളത്തിൽ ശ്രീ വിദ്യാസാഗർ പറഞ്ഞത് ഒരു കാര്യത്തോട് ഞാൻ വിയോജിക്കുന്നു. കാരണം പിന്നോക്ക വിഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയം കേരളത്തിൽ അത്ര രാഷ്ട്രീയത്തിന് സ്പേസ് ഇല്ല. കാരണം ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ സാഹചര്യം. കേരളത്തിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്, അവരുടെ മൂല്യങ്ങളുണ്ട്, അവരുടെത്തിയ മുദ്രാവാക്യങ്ങളും പ്രായോഗിക പദ്ധതിയുമുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത്. ആ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമാണ് കേരളത്തിലെ പിന്നോക്കക്കാരും ദളിത് ജനവിഭാഗങ്ങളും അണിനിരന്നിട്ടുള്ളത്. അങ്ങനെ അണിനിരന്നതിന് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, ഞാനീ പറഞ്ഞ കാരണങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിന്നോക്ക രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം എന്നൊന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിന്റെ സാഹചര്യം എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് പ്രസക്തിയില്ല, അത് വിജയിക്കാനും പോകുന്നില്ല. ശ്രീ PP ജെയിംസ്, അതായത് ഇപ്പോൾ ശ്രീ CK വിദ്യാസാഗർ പറഞ്ഞ ആ പിന്നോക്ക രാഷ്ട്രീയത്തിലേക്ക് അതിൻ്റെ പ്രസക്തി അദ്ദേഹം വളരെ പോസിറ്റീവായി കാണുകയും അതേസമയം ഇടതുപക്ഷം പ്രത്യേകിച്ച് ആ വിഭാഗത്തെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇത്രയും കാലം മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തതാണ് നമ്മൾ കണ്ടത്. അതിൽ അതൃപ്തി വളർത്താൻ BJPയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നു. അതിന് ഏതാണ്ട് പറ്റിയ സാഹചര്യം ഇതാണെന്ന് മനസ്സിലായിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അവിടെയാണ് ശ്രീ CK വിദ്യാസാഗർ അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഒക്കെ നമ്മൾ കാണേണ്ടത്. അവിടെ SNDP പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കും ചില റോളിൽ ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ ഇവിടെ LDFും UDFും ഇതാണല്ലോ BJP പോലും പറയുന്നത് അവർ ഇവരുടെ കാര്യങ്ങൾ നോക്കിയില്ല എന്ന്. അവർക്ക് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പോലെ തന്നെ SNDPയും അതിൻ്റെ ആദർശങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ട്. ഈ നവോത്ഥാന കാര്യങ്ങൾ, ഇവരുടെ ഈ മതേതരത്വം, ഇവിടെ ക്ലച്ച് പിടിക്കാതിരുന്ന മുൻകാലങ്ങളിലെ രാഷ്ട്രീയം, അതിൻ്റെ സാഹചര്യങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ SNDPക്കും ഒരു റോൾ ഉള്ളത് ചെയ്യുന്നുണ്ടോ? അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതും ഈ കാലഘട്ടം കാണുന്നതാണോ? അല്ല, ഒരു കാര്യം വളരെ വ്യക്തമാണ്. SNDP യോഗം പോലൊരു സാമുദായിക തലത്തിലുള്ളൊരു സംഘടന ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് കൂടി ഒരു പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം കേരളത്തിലെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജാതി മതമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും അണ്ടർലൈങ് ആയിട്ട് ജാതി മതമുള്ളൊരു പൊളിറ്റിക്സ് കേരളത്തിലുണ്ട്. എപ്പോഴും UDFിൻ്റെ ഒരു ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ ക്രിസ്ത്യൻ മുസ്ലിം ഇതും ഒരു അപ്പർ കാസ്റ്റ്, ഇപ്പോൾ ഒരു നായർ സമുദായത്തിൻ്റെയൊക്കെ ഉള്ളൊരു പൊളിറ്റിക്സാണ്. അത് ഈ വിമോചന സമര കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഫോർമേഷനാണ്. നമ്മൾ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ച് പിന്നോക്ക സമുദായങ്ങളും ദളിത്സുമാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്ലാറ്റ്ഫോം. എവിടെയോ പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ കാര്യത്തിൽ പല നിലപാടുകൾ എടുക്കുന്നതിൽ പണ്ട് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെയൊക്കെ ലേഖനം വന്നതാണ്. ഇപ്പോൾ ഭൂപരിഷ്കരണ നിയമം ഇതൊക്കെ കൊണ്ടുവന്നത്
കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്, അതുവഴി പിന്നോക്ക സമുദായങ്ങൾക്കും ദളിത്സിനും ഗുണമുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ശ്രീനാരായണ ദർശനങ്ങളെ ഉൾക്കൊള്ളുന്നതിലും ആ പിന്നോക്ക സമുദായങ്ങളെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ പിന്നീട് വന്ന പാർട്ടിക്ക് എവിടെയൊക്കെയോ വീഴ്ച പറ്റി. ആ ഒരു സ്പേസിൽ BJP പോലുള്ള പ്രസ്ഥാനം കയറി മുന്നോട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പാർട്ടി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങളിൽ പാർട്ടി കോൺഗ്രസിൽ വരെ വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ്. ന്യൂനപക്ഷങ്ങളുടെ ഇതിൽ 30 സെക്കൻഡ് കൂടി. ന്യൂനപക്ഷ ഇതിൽ നമുക്ക് വേണ്ടത്ര സ്വാധീനമില്ല. BJP കേരളത്തിൽ വളരാൻ ശ്രമിക്കുന്നത് അപകടമാണ് എന്നുള്ള രീതിയിൽ പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നോക്ക വോട്ട് എന്നുള്ളൊരു രാഷ്ട്രീയം ഇവിടെ ഉയർന്നു വന്നു കഴിഞ്ഞു. അത് നോർത്ത് ഇന്ത്യയിൽ നടന്ന പോലെ ഇപ്പോൾ പിന്നോക്ക വോട്ട് ബാങ്കിനെ ചൊല്ലിയാണ് ഏറ്റവും വലിയ. അരുവിക്കര മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇത് തള്ളി പറഞ്ഞിട്ട് CPM-നെ തള്ളി പറയാൻ കഴിയില്ല. ഒന്ന്, ശ്രീ ജെയിംസ് പറഞ്ഞതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം CPIM ഗുരുദർശനങ്ങളിൽ നിന്ന് അകന്നുപോയത് കൊണ്ടാണ് SNDP BJP-യിലേക്ക് അടുക്കുന്നത് എന്ന വാദം യഥാർത്ഥത്തിൽ BJP-യെയും SNDP-യെയും സഹായിക്കാനുള്ള വാദം മാത്രമാണ്. അതിൽ യാതൊരു കഴമ്പുമില്ല. മറിച്ചാണ് ഗുരുദർശനങ്ങൾ SNDP ആകെയെന്ന് ഞാൻ പറയില്ല, നേതൃത്വത്തിലൊരു വിഭാഗം കൈയൊഴിയുന്നത് കൊണ്ടാണ് ഈ BJP-യുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത്. ഗുരുദർശനം കൈയൊഴിഞ്ഞ് BJP-യുമായിട്ട് അടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്നതിൽ SNDP-ക്കകത്ത് തന്നെ വലിയ ആശയക്കുഴപ്പമുണ്ട്. കാരണം ഗുരുദർശനത്തിനെതിരായിട്ട് നീങ്ങുന്നത് പ്രത്യാഘാതമുണ്ടാക്കും എന്ന് നേതൃത്വത്തിന് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി BJP-യുടെ കൂടെ ചേരണോ, അതോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാതെ BJP-യെ സഹായിക്കണോ എന്ന ആശയക്കുഴപ്പത്തിനൊടുവിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് SNDP-യും RSS-ൻ്റെയും പ്രത്യയശാസ്ത്രം രണ്ടിൻ്റെയും ദർശനം ഒരുമിച്ച് പോകുന്നത്? ഒറ്റ ലളിതമായൊരു ഉദാഹരണം നോക്കുക. ശ്രീനാരായണ ഗുരു എന്തുകൊണ്ടാണ് കാവ്യ ഉപയോഗിക്കാതിരുന്നത്? അദ്ദേഹം കാവ്യ ഉപയോഗിക്കാതെ മഞ്ഞ സ്വീകരിച്ചതിൽ തന്നെ ഈ ദാർശനികമായിട്ടൊരു പ്രശ്നം അടങ്ങിയിട്ടുണ്ട്, ഒരു ദാർശനിക സമസ്യ അതിലടങ്ങിയിട്ടുണ്ട്. കാവ്യ എന്നുള്ളത് ഈ ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ, ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായിട്ട് ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ അടയാളമായിരുന്നു എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ബോധപൂർവം തന്നെയാണ് ശ്രീനാരായണ ഗുരു മഞ്ഞ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് തുടങ്ങി ഇനി ഒട്ടേറെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആ ശ്രീനാരായണ ഗുരുവിനെയാണ് കാവ്യ പുതപ്പിക്കാൻ വേണ്ടി ഇവിടെ ശ്രീ രാജേഷ് പറഞ്ഞ ദാർശനിക കാര്യങ്ങളോടുള്ള മറുപടി അങ്ങ് പറയാൻ ഇപ്പൊ ഈ സമയം ഉപയോഗിക്കരുത്, സമയം ഒട്ടുമില്ല. ഞാൻ അവിടെ വേറൊരു കാര്യം ഇപ്പൊ ഇവിടെ വിലയിരുത്തിയതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ LDF-ഉം UDF-ഉം മാറി മാറി വരുന്നതാണല്ലോ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യത്തിൽ BJP പറയുന്നതിനോടൊപ്പം ആരെങ്കിലും അതിൽ വിദ്യാസാഗർ ഇല്ല, മറ്റു ചിലരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണല്ലോ, LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചു. പക്ഷേ UDF ആണ്, ശ്രീ PP ജെയിംസ് നിരീക്ഷിച്ചതുപോലെ UDF ആണ് ന്യൂനപക്ഷങ്ങളോട് കൂടുതൽ താല്പര്യം കാണിച്ച്, സവർണ ഹിന്ദുക്കളോട് താല്പര്യം കാണിച്ച് അവരെ കൂട്ടി നിർത്തുന്നത്. പിന്നോക്കക്കാർക്ക് വലിയ സ്പേസ് കൊടുക്കാത്തത് UDF ആണ്. അങ്ങനെയാണെങ്കിൽ ആ UDF-ന് വീണ്ടും അവസരങ്ങൾ നിങ്ങൾ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോഴാണ് ഈ പറഞ്ഞ ദാർശനികതയൊക്കെ പിന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നത് എന്ന് വിലയിരുത്തിക്കൂടെ? അതായത് നിങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ നിങ്ങളുടെ പ്രശ്നം തീരില്ലേ? ഒരു മിനിറ്റ്, ഈ ഇവിടുത്തെ രാഷ്ട്രീയം വന്നിട്ട് ആദർശ രാഷ്ട്രീയം ഒരുതരം വിലപേശൽ രാഷ്ട്രീയത്തിന് വഴിമാറിപ്പോയതിന്റെ കുഴപ്പമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ആദർശ രാഷ്ട്രീയം മതരാഷ്ട്രീയത്തിനും അതിലൂടെ നേടുന്ന സംഘശക്തിയിലൂടെയുള്ള വിലപേശൽ രാഷ്ട്രീയത്തിലേക്കും വഴിമാറിപ്പോകുന്നു. അത് കുറെ കാലമായി. അങ്ങനെ വിലപേശൽ രാഷ്ട്രീയം അരങ്ങ് തകർക്കുമ്പോ വിലപേശാൻ ശേഷിയില്ലാതെ കിടക്കുന്ന, ശിഥിലമായി കിടക്കുന്ന ഈ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയം നെഞ്ചേറ്റിയ ഒരു ജനവിഭാഗമാണ് ഈ രാജ്യത്തെ പിന്നോക്കക്കാര്, കേരളത്തിലെ പിന്നോക്കക്കാര്. അവരെക്കാലത്തും ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും പ്രിൻസിപ്പിൾസിന്റെയും ഒക്കെ പുറകെ നടന്നു. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് തിരിച്ചടി കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് തളരില്ലേ? അത് വീക്കാകില്ലേ? അവിടെയല്ലേ നിങ്ങൾക്ക് മറുപക്ഷം, നിങ്ങളെ വേറെ മുട്ടായിയെ കാണിച്ച് വിളിക്കുന്ന ആളുകൾ ശ്രീ JR പത്മകുമാറിനെ പോലുള്ളവരുടെ കൂടെ പോകേണ്ടി വരുന്നത്? അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവിടെ സംഘടിത മതശക്തികളുടെ രാഷ്ട്രീയക്കാരുടെ പുറകെ, രാഷ്ട്രീയത്തിന്റെ പുറകെ എല്ലാവരും നടക്കുകയാണ് അവരെ പ്രീണിപ്പിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ ഈ വടക്കേനടയിലെ വടക്കേനടയിലേക്ക് വിളമ്പുക എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊരു ശൈലിയുണ്ട്, അവസാനം അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന് ചോദിച്ചു. മനസ്സിലായി. സമയത്തിന്റെ പരിമിതിയോട് മാത്രം ഞാൻ ഇടപെടുന്നു. എന്തായാലും അങ്ങ് വിഷണ്ണനായിരിക്കുന്നത്
ആ അവസ്ഥ തിരിച്ചു വരണം എന്നുള്ള കാര്യത്തിലാണ്. അത് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതിൽ മാത്രമാണ്, അല്ലാതെ പുതിയ ഭാഗത്തേക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. ശ്രീ JR പത്മകുമാർ, അതിന് മറുപടി പെട്ടെന്ന് ഒറ്റ മിനിറ്റ്. രാജേഷ് പറഞ്ഞത് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ പിന്നോക്കാർ അധികാരത്തിൽ വന്നാൽ പിന്നോക്കാരുടെ പ്രശ്നം പരിഹരിക്കണമെന്നില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വരുമ്പോൾ തൊഴിലാളിയുടെ പ്രശ്നം പരിഹരിക്കണ്ടേ? എല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ടോ? എങ്കിൽ മൂന്നാറിൽ ഇനി ഈ അവസ്ഥ ഉണ്ടാവും? രാഷ്ട്രീയ നേതാക്കന്മാർ അല്ല പറയാ, അത് അദ്ദേഹം പറഞ്ഞോട്ടെ. പിന്നെ കാവ്യ വളരെ മോശമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണ ഗുരു അത് ഒഴിവാക്കിയെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ഏത് വസ്ത്രം ഉപയോഗിച്ച് ആ സ്വാമി വിവേകാനന്ദനെ കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ന് ആരാധ്യ പുരുഷനായി കാണുന്നില്ല. അപ്പം കാവ്യോടല്ല സമീപം ഞാനത് പറഞ്ഞോട്ടെ. പിന്നെ ശ്രീനാരായണ ഗുരു, ഞാൻ ചോദിച്ചോട്ടെ, ശ്രീനാരായണ ഗുരുവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എന്താ ബന്ധം? ഒരിക്കലും അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള അല്ല, ശ്രീനാരായണ ഗുരു ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് തെറ്റായ രീതിയിലാണ്. ശ്രീനാരായണ ഗുരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, വിഗ്രഹഭഞ്ജനവും നടത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവാണ് ഈ കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ 1921 മാർച്ച് മാസത്തിൽ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം കൊടുക്കുന്നത്, നിർദ്ദേശം കൊടുക്കുന്നത്. സമയത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ രാജേഷിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. ഇല്ല, നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. SNDP പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും BJP എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ചില ഉത്തരങ്ങൾ നമുക്ക് ഇവിടെ നേടാൻ സാധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രീ CK വിദ്യാസാഗർ കൂടി പങ്കെടുത്ത ചർച്ചയിൽ, ക്ഷമിക്കണം ശ്രീ PP ജെയിംസ്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രമാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ JR പത്മകുമാർ, ശ്രീ PP ജെയിംസ്, ശ്രീ MB രാജേഷ്, ശ്രീ CK വിദ്യാസാഗർ.